കുട്ടികൾക്കും സുഭാഷാറാണ്. നമ്മളിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റനാണ് ചെയ്യാൻ പോകുന്നത്. ഒരു ട്രിക്കാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്, അതും ഡിഫറൻസിയേഷനിൽ അടിപൊളി. ഓക്കെ, എൻട്രൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തോണം, എപ്പോഴും ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളത് കുറേ ടൈപ്പ് ഉണ്ട്. കണ്ടാൽ ഉടനെ ആൻസർ എഴുതാൻ പറ്റുന്നതുമുണ്ട്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതിന് ടൈം വേണം, സമയം ഇതിനൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് അല്ല, മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ലിമിറ്റ് ഇല്ലാതെ പഠിച്ച് തീർക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനുള്ള മാർഗം. ഏറ്റവും ടോപ്പ് റാങ്ക് കിട്ടിയെങ്കിൽ മാത്രമേ നമ്മളൊരു ഉദ്ദേശിച്ചുള്ള കോഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള രീതിക്കുള്ള മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിൽ വേണം. നമ്മളിപ്പോൾ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും തന്ന് നിങ്ങൾക്ക് എൻട്രൻസിന് ഏറ്റവും നല്ല രീതിക്കുള്ള മാർക്ക് കിട്ടേണ്ട രീതി, മീൻസ് റാങ്ക് കിട്ടുന്ന രീതി. അതിന് ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708540 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ, ജോയിൻ ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെ ഇതാണ് നമ്മുടെ റിസൾട്ട് പറയുന്നത്. ഇവിടെ 1, 2, 3 എക്സാമ്പിൾസുകളും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ റിസൾട്ടിൻ്റെ ഉദ്ദേശം നോക്കിക്കേ. x⁻n + y⁻n ബൈ x⁻n മൈനസ് y⁻n എന്ന് പറഞ്ഞാൽ പവറുകളെല്ലാം സെയിം, മണ്ടയ്ക്കും താഴെയും പവറുകളെല്ലാം സെയിം. ഇവിടെ പ്ലസ്, ഇവിടെ എന്താണ് മൈനസ്. ഈക്വൽ ടു a⁻n, അത് ഞാൻ ചുമ്മാ എഴുതിയിരിക്കുന്നുള്ളൂ. ആരെങ്കിലും കോൺസ്റ്റൻ്റ് ആയിരിക്കണം, എക്സോ വൈയോ ഇല്ലാതിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ dy/dx നിങ്ങൾ എങ്ങും തേടി പോകേണ്ട, അവിടെയുണ്ട് y/x. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾ കാണിക്കുമ്പോൾ ഇച്ചിരി ക്ലിയർ ആവും. x⁵ + y⁵ ബൈ x⁵ മൈനസ് y⁵ ഈസ് ഈക്വൽ ടു എനി കോൺസ്റ്റന്റ്, ദാറ്റ് ഈസ് ഹിയർ x², ദെൻ dy/dx ഹിയർ, ദാറ്റ് ഈസ് y/x. ദാറ്റ്സ് ഓൾ, തീർന്നു. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഡിവൈഡ്സിൻ്റെ ആൻസർ ഒന്നും നിങ്ങൾ നോക്കി ചെയ്തൊന്നും വേണ്ട, y/x എന്നാണ്. ബിക്കോസ് ഇവിടെ പവറുകളെല്ലാം സെയിം ആണ്, ഇവിടെ പ്ലസ് ഇവിടെ മൈനസ്. നേരെ തിരിച്ച് ഇവിടെ ഇനി പ്ലസ് മാറി മൈനസായി, ഇവിടെ മൈനസ് മാറി പ്ലസ്, അപ്പോഴും ആൻസർ സെയിം തന്നെ, y/x. ഓക്കെ ആണല്ലോ. ഇനിയും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. sin ഇൻവേഴ്സ് x³ മൈനസ് y³ ബൈ x³ പ്ലസ് y³ ഈസ് ഈക്വൽ ടു 1, ദെൻ വാട്ട് ഈസ് dy/dx. ഇവിടെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് dy/dx ഈക്വൽ ടു y/x എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ മനസ്സിൽ സൈൻ ഇൻവേഴ്സ് എന്ത് ചെയ്യും, കുഴപ്പമൊന്നുമില്ല. നോക്കിക്കോണം, അതിൻ്റെ സ്റ്റെപ്പ് ഞാനൊന്ന് കാണിക്കാൻ പോവാണ്, ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, സൈൻ ഇൻവേഴ്സ് ദിസ് ഈക്വൽ ടു 1, അവിടുന്ന് ഇത് മാത്രം എഴുതുമ്പോൾ x³ മൈനസ് y³ ബൈ x³ പ്ലസ് y³. ഈ സൈൻ ഇൻവേഴ്സ് അപ്പുറം നോക്കുമ്പോൾ സൈൻ 1 എന്നായി. സൈൻ 1 ഈസ് ഫുള്ളി എ കോൺസ്റ്റൻറ്റ് ടൈം, ദെർഫോർ ആ ടൈപ്പായി. ഇവിടെ ഒരു കോൺസ്റ്റൻ്റ് ആയി, ഇവിടെ പവറുകളെല്ലാം സെയിം ആണ്, ഇവിടെ മൈനസ് ഇവിടെ പ്ലസ്. ആൻസർ എത്ര ആയിരിക്കും, y/x. ഓക്കെ, സെയിം ആണ്. log ഓഫ് x⁻⁴ പ്ലസ് y⁻⁴ ബൈ x⁻⁴ മൈനസ് y⁻⁴ ഈസ് ഈക്വൽ ടു 5, ദെൻ dy/dx ഈക്വൽ ടു, അതും y/x ആണ്. ബിക്കോസ് ഇവിടെ ലോഗ് കിടക്കുന്നുണ്ട്, പ്രശ്നമില്ല. ഇത് log ഓഫ് ദിസ് ഈക്വൽ ടു 5, അവിടുന്ന് ഇത് മാത്രം എടുത്ത് എഴുതുമ്പോൾ x⁻⁴ പ്ലസ് y⁻⁴ ബൈ x⁻⁴ മൈനസ് y⁻⁴ ഈസ് ഈക്വൽ ടു e⁻5 എന്നാവും. ലോഗ് ഓഫിനുള്ളിൽ നിന്നും ലോഗ് ഇല്ലാതെ എഴുതുമ്പോൾ, ലോഗ് ഇല്ല, വേണ്ട ലോഗ് ഇല്ല, ഇതിന് മാത്രം എഴുതുമ്പോൾ റൈറ്റ് സൈഡിൽ എന്താ മാറ്റം വരേണ്ടത്, e⁻2 ആക്കിയാൽ മതി. ഈ ടേമിന് ഇയുടെ പവർ ആക്കിയാൽ ലോഗ് ഇല്ലാതാവും. ഓക്കെ, e⁻5 ഈസ് എ ഫുള്ളി കോൺസ്റ്റന്റ് ടൈം, ദെർഫോർ ക്വസ്റ്റ്യൻ ഈ ടൈപ്പായി, ദെർഫോർ dy/dx ഈക്വൽ എത്രയായി, y/x. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ. ഒരു എൻട്രൻസ് ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായല്ലോ. ഇതിനെ നമുക്ക് ചെയ്തെടുക്കാം, സാധാരണ പോലെ ക്വസ്റ്റ്യൻ റൂളോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, പക്ഷേ കുറേ ടൈം എടുക്കും. ഇത് ചെയ്യുന്ന എല്ലാം ലോഗിൻ്റെ മെത്തേഡ് വെച്ചുകൊണ്ടാണ്, ലോഗരിതം. ലോഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പല രീതിയിൽ കൂടെയും നമുക്ക് ഡിഫറൻസിയേഷൻ നടത്താൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഗുഡ് ബൈ.